കോഴിക്കോട് ഫാറൂഖിൽ ഭർത്താവിന്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കരുവാൻതിരുത്തി സ്വദേശി മുനീറയാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയാണ് ഭർത്താവ് ജബ്ബാർ മുനീറയെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ജബ്ബാർ ലഹരിക്ക് അടിമയായിരുന്നുവെന്ന് ബന്ധു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോഴിക്കോട് ഫാറൂഖ് കോളേജിന് സമീപം നാടിനെ നെട്ടിച്ച ഒരു സംഭവം ഉണ്ടായത്. KM ജബ്ബാർ തൻ്റെ സ്വന്തം ഭാര്യയായിട്ടുള്ള മുനീറയെ കത്തിക്കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കഴുത്തിനും കൈക്കും തലയ്ക്കുമൊക്കെയായിരുന്നു വെട്ടിയിരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഭാര്യ മുനീറ ഇന്ന് പുലർച്ചെ മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് കാര്യം. ഇന്ന് രാവിലെ 5:30 മണിക്കാണ് മരിച്ചത്. ഇതുവരെയൊക്കെ ഞങ്ങൾ നോക്കി ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ് നമുക്ക് ഇപ്പോൾ ഒരു മെനയാന്ന് രാത്രി തന്നെ കോമ ഇതായിട്ടുണ്ട്, ഒരു ചലനങ്ങളൊന്നും ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് കവുത്തിന് തൊള്ളിട്ട് നോക്കാം, ഇപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട്, ചിലപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി അനക്കൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി വളരെ മോശമായി. ഇന്നിപ്പോൾ 5:30 മണിക്ക് പോയി. പക്ഷേ ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നു. അവന് ഉപയോഗിക്കാറുണ്ട്. നേരത്തെ അറിയാമായിരുന്നു നിങ്ങൾക്ക്? അത് ഞങ്ങളിങ്ങനെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ലഹരിക്ക് അടിമയാണെന്നുള്ളത്. പിന്നെ ഒരു ക്രിമിനൽ ഒരു മൈൻഡാണ് എനിക്ക്. കുട്ടികളെ മുമ്പിൽ വെച്ചിട്ടാണ് ഇവിടെ ഈ പൈസ ചോദിക്കുക, എന്താ ചോദിച്ചപ്പം പൈസ എന്തിൻ്റെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞ പാട് കുടിച്ച് വലിക്കുന്നതൊക്കെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പിന്നെ ശരിക്കും ഷോളിട്ട് മുറിക്കാതെയാളുടെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. ഇവൻ അപ്പോഴേക്ക് തന്നെ ഇവിടെ ഒരൊറ്റ ആർപ്പ് പുറത്തേക്ക് കേട്ടിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇവന് ഡോറ് ലോക്ക് ചെയ്തു പോയാണ് ഉള്ളിൽ. നിഷ്ഠൂരമായിട്ട് വളരെ ഇതായിട്ടുള്ള കൊലപാതകമാണ്. ചെറിയതല്ല, തലക്ക് ഇവിടെ 2 വെട്ടുണ്ട്. പിന്നെ ഈ വെട്ടാണ് വലിയ അതായത് വെച്ചാൽ ബ്ലഡ് തലച്ചോറി കയറുക, ബ്ലഡ് മെനയാൻ തന്നെ ഡെത്തായി പോയിട്ടുണ്ട്. അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.